പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ, ഞാൻ അങ്ങയെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. നിന്റെ കരുണയും സ്നേഹവും മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരുനാളിൽ ഞാൻ അങ്ങയെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. സത്വാർത്ത അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുകയും സിയോനോട് നിന്റെ ദൈവം ഭരിക്കുന്നുവെന്ന് പറയുകയും ചെയ്യുന്നവൻ്റെ പാദം എത്രയോ മനോഹരമാണെന്ന് യേശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ആ പാദങ്ങൾ ഇത്ര മനോഹരമാക്കിയത് ക്രിസ്തുവിന് വേണ്ടി നടന്ന പാദങ്ങളായതുകൊണ്ടാണ്, ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ച ജീവിതമായതുകൊണ്ടാണ്. ആ ശരീരം ഇന്നും അഴുകാതെ ഇന്ന് ജനപ്രവാഹത്തോടുകൂടി ഗോവയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുമ്പോൾ എത്രമാത്രം ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഫ്രാൻസിസെ, ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അതുകൊണ്ട് നിനക്ക് എന്ത് പ്രയോജനമെന്ന ഇഗ്നേഷ്യസ് ലയോളായുടെ വാക്കുകൾ അന്വർത്ഥമാക്കി. ഒരാത്മാവ് പോലും നഷ്ടപ്പെടുവാൻ പാടില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രൊഫസർ ഉദ്യോഗം വലിച്ചെറിഞ്ഞുകൊണ്ട് അദ്ദേഹം മിഷണറിയായിട്ട് മാറി. ഭാരതത്തിലും ജപ്പാനിലും ചൈനയിലും ഒക്കെ ക്രിസ്തു സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് ആ ശരീരത്തെ പരിശുദ്ധമാക്കി മാറ്റി. എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാനായിട്ടുള്ള വലിയൊരു ദൗത്യം നമുക്ക് ഓരോരുത്തർക്കുമുണ്ടെന്ന് പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നു. എന്നാൽ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു പൗലോസ് അപ്പോസ്തലൻ. അത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഈ കടമ മറന്നുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ ഇന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നത് വിശുദ്ധ ഫ്രാൻസിസിനെ പോലെയുള്ള ഒരു വിശുദ്ധമായ ജീവിതം. ഈ വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ നമുക്കിന്ന് പരിശ്രമിക്കാം. നല്ല ഈശോയെ, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ മാധ്യസ്ഥം വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആത്മാവ് നഷ്ടപ്പെടാതിരിക്കുവാൻ മാത്രമല്ല, ഞങ്ങളുടെ ചുറ്റുമുള്ളവരും ഞങ്ങൾ കടന്നു പോകുന്ന വഴികളിലും ലോകത്തിൽ ആരുടെയും ആത്മാവ് നഷ്ടപ്പെടുത്താതിരിക്കുവാൻ പ്രാർത്ഥനയും പ്രസംഗവും വഴി അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.